വെൽക്കം ടു കർമ്മ അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന ടോപ്പിക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രിഗണോമെട്രിയുടെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹൈറ്റ് മെഷർ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഡിസ്റ്റൻസിലൊക്കെയുള്ള ഒബ്ജക്ട്സിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യുന്നൊരു രീതിയാണ് ഈ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്. അങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾ വെച്ച് ട്രിഗണോമെട്രി വെച്ചിട്ടാണ് നമ്മൾ ഹൈറ്റ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അത് ട്രിഗണോമെട്രിയുടെ ഒരു ആപ്ലിക്കേഷനായിട്ട് വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൺസെപ്റ്റും ഒക്കെ നോക്കാം. അപ്പോൾ ഈ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൽ മെയിനായിട്ടും നമ്മൾ എടുക്കുന്നത് കുറച്ച് ദൂരെയുള്ള ഒബ്ജക്ട്സ്, ഒരു ടവർ അല്ലെങ്കിൽ ഒരു പോൾ, അപ്പോൾ അതിൻ്റെ ഷാഡോ വീണിട്ട് ഇത്ര ലെങ്തിൽ ഇത്ര ദൂരം നിന്നിട്ട് അതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യുക, അങ്ങനെയൊക്കെ വരുന്ന കേസിലാണ് നമ്മൾ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൽ മെയിനായിട്ട് 2 ടൈപ്പ് ആംഗിളാണ് പറയുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ. അതിലൊന്നെന്ന് പറയുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ. ഈ ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണെന്ന് വെച്ചാൽ സണ്ണിൻ്റെ നമ്മുടെ ഹൊറിസോണ്ടലും ദ ലൈൻ ഓഫ് സൈറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ തീറ്റ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മളിത് ദ ഹൊറിസോണ്ടൽ എ ബി എന്ന് പറയുന്ന ഹൊറിസോണ്ടലിൻ്റെ ലൈൻ ഓഫ് സൈറ്റ്, ദ എ സി എന്ന് പറയുന്ന സൈറ്റ്, അതായത് സണ്ണിൻ്റെ എലിവേഷൻ വരുന്നത് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ്. ഇവിടെ ആയിരിക്കും ഒരാൾ നിൽക്കുന്നത്, അല്ല ഇവിടെ നിന്ന് നോക്കുക, ഇവിടെ നിന്ന് നോക്കുന്ന ആളുടെ ലൈൻ ഓഫ് സൈറ്റാണിത്, ഇവിടെയാണ് സണ്ണ്. അപ്പോൾ നമുക്ക് ഈ ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ ആംഗിൾ തീറ്റ, അതായത് ആംഗിൾ ഓഫ് എലിവേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതിൽ വരുന്ന വേറൊരു ആംഗിളാണ് ഇതിപ്പം മുകളിലോട്ട് നോക്കി നിൽക്കുന്ന വസ്തു, ഗ്രൗണ്ട് ലെവലിന് മുകളിലോട്ടുള്ളത്. ഇനി ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴോട്ട് അല്ലെങ്കിൽ വാട്ടർ ലെവലിലോ ഒക്കെ നമ്മൾ നോക്കുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നാണ് പറയുക. ആ ആംഗിൾ എന്ന് പറയുന്നത് ദ ലൈൻ ഓഫ് സൈറ്റും ഹൊറിസോണ്ടലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ ആൽഫ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഹൊറിസോണ്ടലും താഴോട്ട് ഗ്രൗണ്ട് ലെവലിന് താഴെ വരുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ഗ്രൗണ്ട് ലെവൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൊറിസോണ്ടൽ. ഈ ഹൊറിസോണ്ടൽ ലൈനിന് മുകളിലോട്ട് വരുന്ന ആംഗിൾ ലൈൻ ഓഫ് ആംഗിൾ ഓഫ് എലിവേഷനും താഴോട്ട് വരുന്ന ആംഗിളെല്ലാം ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അതായത് നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നിട്ട് കുറച്ച് ലെങ്ത് കുറഞ്ഞൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് നോക്കുക, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള ആംഗിൾ ഇതാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ്, അങ്ങനെയൊക്കെ വരുന്ന കേസിലാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എടുക്കുന്നത്. സോ ഇവിടെ മെയിനായിട്ട് വരുന്ന 2 ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത്, ഇത് നമ്മൾ മെയിനായിട്ടും ട്രിഗണോമെട്രിക് റിലേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ടാൻ തീറ്റ വെച്ചിട്ടാണ് നമ്മളിതിൽ മെയിനായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ മെയിനായിട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കേസിലാണ് നമ്മൾ റൈറ്റ് ആംഗിൾ വെച്ചിട്ടാണ് നമ്മളിതെല്ലാം എടുക്കുന്നത്. അതായത് നമുക്ക് ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾസ് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ആംഗിൾ. സോ സൈൻ തീറ്റ നമുക്കറിയാം, എന്താ സൈൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. ആൻഡ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. ആൻഡ് ടാൻ തീറ്റ നമുക്കിവിടെ ആവശ്യം ടാൻ തീറ്റയാണ് മെയിനായിട്ട്. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഓർ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഇസ് ഈക്വൽ ടു എന്താ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇതാണ് നമ്മുടെ ടാൻ തീറ്റ. നമ്മൾ ഈ ടാൻ തീറ്റ വെച്ചിട്ടാണ് ഇവിടെ എല്ലാ റിലേഷനും എഴുതുന്നതും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതും. ഇവിടെ ഈ ടാൻ തീറ്റയുടെ ആ വാല്യൂ മാറുന്നതനുസരിച്ച് ടാനിൻ്റെ വാല്യൂ മാറുമല്ലോ. സോ നമുക്കെടുക്കാം, നമുക്ക് മെയിനായിട്ടും ടാൻ 30, 60, 45, 90 അതാണ് വേണ്ടുന്നത്. അപ്പം നമുക്ക് ഈ ടാൻ തീറ്റ വാല്യൂ വരുന്നതനുസരിച്ച് നമുക്കിതിൻ്റെ റേഷ്യോ എടുക്കാം, സൈഡിൻ്റെ റേഷ്യോ. അതായത് ടാൻ 30, 60, 90. ടാൻ 30, ടാൻ 60, ടാൻ 90 ആംഗിൾ വരുമ്പോൾ അതിൻ്റെ സൈഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1/√3:2 എന്ന റേഷ്യോയിലായിരിക്കും. അതായത് ടാൻ 30 is equal to എന്താ? ടാൻ 30 is equal to 1/√3, ടാൻ 60 is equal to √3 ആൻഡ് ടാൻ 90 is equal to 1 ആണ്. ഇനി ഇവിടെ റേഷ്യോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻ 30, ഇപ്പോൾ ടാൻ തീറ്റയുടെ വാല്യൂ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ടാൻ 30ക്ക് 1, 60ക്ക് √2 ആൻഡ് 90ക്ക് 2. അതെങ്ങനെയാണ് വരുന്നത്?
അപ്പോൾ ഈ എടുത്തിരിക്കുന്ന ആംഗിൾ ഇതാണ് 30 എങ്കിൽ ഈ 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തെടുക്കും? 1 ആണെങ്കിൽ ഇത് 30 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 60 ആയിരിക്കുമല്ലോ. ഈ ആംഗിൾ 60 ആയിരിക്കുമല്ലോ. ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ എത്ര വരണം? 180 ഡിഗ്രി അല്ലേ? ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആണ്. സോ ഇത് 30, ഇത് 60. ദെൻ 30, 60, 90 എന്നുള്ള സൈഡിൻ്റെ ലെങ്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 എന്ന റേഷ്യോയിലാണ്. ഇനി 1 എന്ന് പറയുന്നത് tan 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് 1 ആണെങ്കിൽ tan 60ക്ക് ഓപ്പോസിറ്റ് എത്രയാ? √3 ടൈംസ് ഓഫ് ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു 30 ഡിഗ്രി. അതായത് tan 30ക്ക് ഓപ്പോസിറ്റ് 2 ആണ്, സൈഡ് ലെങ്ത് 2 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് 2√3 എന്ന് വരും. അതുപോലെ ആംഗിൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്ത് വരും? 2. റേഷ്യോയിൽ 2 ആകുമ്പോൾ 2 കറസ്പോണ്ടിങ് 4 അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? tan 30, tan 60, tan 90 റേഷ്യോ, സൈഡ് ലെങ്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2. അതായത് tan 30ക്ക് ഓപ്പോസിറ്റായ സൈഡിൻ്റെ ഹൈറ്റ് എത്രയാണോ അതിൻ്റെ √3 ടൈംസ് ആയിരിക്കും 60ക്ക് ഓപ്പോസിറ്റും, അതിൻ്റെ ഇരട്ടിയായിരിക്കും 2 ടൈംസ് ആയിരിക്കും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് tan തീറ്റയുടെ വാല്യൂ 45 വരുന്ന കേസ്, അതായത് 2 ആംഗിൾ 45, ഒരു ആംഗിൾ 90. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ സൈഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 റേഷ്യോയിലായിരിക്കും. 1:1:√2. അതായത് ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്ത് വരും? 1ഉം ഹൈപ്പോട്ടനൂസ് എന്ന് പറയുന്നത് √2 ടൈംസ് ആയിരിക്കും. സോ tan തീറ്റ ഈസ് ഈക്വൽ ടു 45:90 ആംഗിൾ വരുന്ന കേസിൽ സൈഡിൻ്റെ റേഷ്യോ എങ്ങനെയാണ്? 1:1:√2. ഇതാണ് നമുക്ക് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിലെ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ ചെയ്യാനും നമുക്ക് വേണ്ടുന്നൊരു റേഷ്യോ ആണിത്. ഈ റേഷ്യോ നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ tan 30, 60, 90യുടെ സൈഡിൻ്റെ റേഷ്യോ 1:√3:2 ആണെങ്കിൽ 45, 90യുടെ റേഷ്യോ 1:1:√2 ആയിരിക്കും. ഇപ്പോൾ പിന്നെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഹൊറിസോണ്ടൽ ലൈനും അതിന് എബോവ് വരുന്ന ലൈൻ ഓഫ് സൈറ്റും മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് തീറ്റയും, ഹൊറിസോണ്ടൽ ലൈന് താഴോട്ട് ലൈൻ ഓഫ് സൈറ്റ് വന്നാൽ അത് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്പ്, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. സോ ഹൊറിസോണ്ടൽ ലൈനിൽ ഇത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആൽഫയാണെങ്കിൽ ഇത് എന്തായിരിക്കും? അതേ ആൽഫ, അതായത് ഈ ആൽഫയും ഈ തീറ്റയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരേ ഹൊറിസോണ്ടൽ ലൈനിൽ വരുന്ന ആംഗിൾ ഓഫ് ഡിപ്പും ആംഗിൾ ഓഫ് എലിവേഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ അത്യാവശ്യം ഇത്രയും കൺസെപ്റ്റ് മതി. നമുക്കിനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സൺ വെൻ ദ ഷാഡോ ഓഫ് ദ പോൾ ഈസ് √3 ടൈംസ് ദ ലെങ്ത് ഓഫ് പോൾ. അപ്പോൾ നമ്മൾ ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കി നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സൺ വെൻ ദ ഷാഡോ ഓഫ് എ പോൾ ഈസ് √3 ടൈംസ് ദ ലെങ്ത് ഓഫ് പോൾ. സോ ഞാനൊരു പോൾ ഇവിടെ വരച്ചു. പോളിൻ്റെ ഷാഡോ എങ്ങനെയാണ് വരുന്നത്? ഈ ലെവലിലല്ലേ? ആ ഹൊറിസോണ്ടൽ ലൈനിൽ ഷാഡോ വീണ്. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് ഇതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. സൺ ഇവിടെ അല്ലേ നിൽക്കുന്നത്. ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് ഏതാ? ഈ ആംഗിൾ തീറ്റ. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ AB എന്നാണ് ഞാനിവിടെ പോള് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഷാഡോ എന്ന് പറയുന്നത് BC. അത് ഈ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ ആംഗിൾ തീറ്റ. ഇനി പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് ദ എലിവേഷൻ ഓഫ് സൺ വെൻ ദ ഷാഡോ ഓഫ് എ പോൾ. ഷാഡോ എന്ന് പറയുന്നത് BC അല്ലേ? ഷാഡോ ഓഫ് എ പോൾ ഈസ് √3 ടൈംസ് ലെങ്ത് ഓഫ് ദ പോൾ. സോ പോളിൻ്റെ ഹൈറ്റ് ഞാനിവിടെ H ആയിട്ട് എടുത്താൽ ഷാഡോയുടെ ലെങ്ത് എന്ത് വരും? √3H. നമുക്കറിയാം ഇവിടെ 1:√3 എന്നല്ലേ റേഷ്യോ വന്നത്. അതായത് ഏത് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതുമായിട്ടാണ് റേഷ്യോ ഇവിടെ √3 ടൈംസ് വരുന്നത്. ഈ ആംഗിൾ നോക്കി നമ്മൾ പഠിച്ചില്ലേ? 30 ഡിഗ്രി, 30, 60, 90. 30ക്ക് ഓപ്പോസിറ്റ് 1 വന്നാൽ 60ക്ക് ഓപ്പോസിറ്റ് എന്ത് വരണം?
√3 times of the length opposite to 30 degree. ഇവിടെ അതാ നോക്കിക്കേ, ഇവിടെ എന്താണോ ഹൈറ്റ് അതിൻ്റെ √3 ടൈംസ് ആണ് ഷാഡോയുടെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടില്ലേ. സോ ഈ ആംഗിൾ ഓഫ് എലിവേഷൻ നമുക്ക് എത്രയാക്കി എടുക്കാം, ഇവിടെ 30 ഡിഗ്രി. അപ്പോൾ ആ ആംഗിൾ എത്രയാ, 30 ഡിഗ്രി. അല്ലെങ്കിൽ എന്തെടുക്കണം നമ്മൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, tan തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, അതായത് പോളിൻ്റെ ഹൈറ്റ് എച്ച് ഡിവൈഡഡ് ബൈ √3 ടൈംസ് ഓഫ് എച്ച്, ദാറ്റ് ഈസ് tan തീറ്റ ഇസ് ഈക്വൽ ടു 1/√3. ടാനിന് 1/√3 വരുന്ന ആംഗിൾ ഏതാ, 30 ഡിഗ്രി. ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് 1/√3 ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. അതിൽ എളുപ്പമായിട്ട് നമുക്ക് കണ്ടുപിടിച്ചുകൂടെ ഈ റേഷ്യോ അറിയാമെങ്കിൽ. അതായത് ഹൈറ്റ് എച്ച് ആണെങ്കിൽ ഷാഡോയുടെ ഹൈറ്റ് √3 ടൈംസ് ഓഫ് എച്ച്, അതായത് ആ ആംഗിൾ ഓഫ് എലിവേഷൻ എത്ര ഡിഗ്രി വരും, 30 ഡിഗ്രി. ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഷാഡോ ഓഫ് എ ടവർ ഈസ് 15 മീറ്റർ. സോ ഒരു ടവർ ഞാനിവിടെ വരച്ചു, ഈ ടവർ എ ബി. ഇതിൻ്റെ ഷാഡോയുടെ ലെങ്ത് എന്ന് പറയുന്നത് 15 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ ഇതല്ലേ ഷാഡോ, 15 മീറ്റർ. ദ സൺസ് എലിവേഷൻ ഈസ് 30 ഡിഗ്രി. സോ ഈ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാ, 30 ഡിഗ്രി ആണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഷാഡോ വെൻ ദ സൺസ് എലിവേഷൻ ഈസ് 60 ഡിഗ്രി. 30 ഡിഗ്രി ഇവിടെ അല്ലേ. സോ 60 ഡിഗ്രി ഇത് കഴിഞ്ഞാണോ വരുന്നത്, അതിന് മുമ്പാണോ, എന്താ ഇവിടെ വരും അല്ലേ. 60 ഡിഗ്രി ഇങ്ങോട്ട് പോകുന്നതോറും എന്താ ആംഗിൾ കുറഞ്ഞു വരും, 60 ഡിഗ്രി. എങ്കിൽ 60 ഡിഗ്രി വരുമ്പോഴുള്ള ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ രണ്ടായിട്ട് വേണമെങ്കിലും വരയ്ക്കാം, ഒറ്റയായിട്ട് വരച്ചും ചെയ്യാം. ഇതോ ഫസ്റ്റ് കേസിൽ കണ്ട നമുക്കിവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ ഈസ് 30 ഡിഗ്രി ആൻഡ് ദ ലെങ്ത് ഓഫ് ഷാഡോ ഈസ് 15 മീറ്റർ. ലെങ്ത് ഓഫ് ഷാഡോ 15 മീറ്റർ ആണെങ്കിൽ ദാ ഇത് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് 30 ആണെങ്കിൽ ഇത് 60 അല്ലേ, അല്ലേ. ഈ 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ √3 ടൈംസ് അല്ലേ 60ക്ക് ഓപ്പോസിറ്റ്. 30ക്ക് ഓപ്പോസിറ്റ് നമ്മൾ എച്ച് ആയിട്ട് എടുത്താൽ 60ക്ക് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, √3 ടൈംസ് ഓഫ് ഹൈറ്റ് എച്ച് ഇസ് ഈക്വൽ ടു 15. സോ എച്ച് ഇസ് ഈക്വൽ ടു 15/√3. നമ്മൾ ഈ √3 മാറാൻ വേണ്ടി എന്ത് ചെയ്യും, മുകളിലും താഴെയും ഒരു √3 കൊണ്ട് ഗുണിക്കും. സോ എച്ച് ഇസ് ഈക്വൽ ടു 5√3. √3ൻ്റെ √3 എന്താ, 3 കൊണ്ട് വെട്ടുമ്പോൾ 5 വരും. സോ എച്ച് എന്ന് പറയുന്നത് 5√3, അതായത് ലെങ്ത് ഓഫ് പോൾ ഇസ് ഈക്വൽ ടു 5√3 അല്ലേ. ഇനി ചോദിച്ചിരിക്കുന്നത് ഈ ആംഗിൾ ഓഫ് എലിവേഷൻ എന്തായി, 30 മാറി 60 ഡിഗ്രി ആയി. ഇത് 5√3 ആണെങ്കിൽ ഇത് 30 ഡിഗ്രി ആവത്തില്ലേ, ഇത് 60 ആണെങ്കിൽ ഇത് എത്രയാ, 30 ഡിഗ്രി. 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള √3 ടൈംസ് അല്ലേ 60ക്ക് ഓപ്പോസിറ്റ്. സോ 60ക്ക് ഓപ്പോസിറ്റ് 5√3 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എത്ര വരണം, 5 അല്ലേ. 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിൻ്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ √3 ടൈംസ് ആണ് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്. സോ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ലെങ്ത് എത്ര വരും, 5 അല്ലേ. ഓക്കെ, അപ്പോൾ ദാ ഈ ലെങ്ത് നമുക്ക് എത്ര കിട്ടി, ഇവിടുത്തെ ലെങ്ത് 5, ടോട്ടല് 15. സോ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഷാഡോ വെൻ ദ സൺസ് എലിവേഷൻ 60 ഡിഗ്രി എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ 60 ഡിഗ്രി ആയപ്പോൾ നമുക്ക് ലെങ്ത് ഇവിടെ എത്രയാണെന്ന് കിട്ടി, 5. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 5 മീറ്റർ. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വെർട്ടിക്കൽ സ്റ്റിക്ക് ഓഫ് 12 മീറ്റർ കാസ്റ്റ് എ ഷാഡോ 8 മീറ്റർ ലോങ് ഓൺ ദ ഗ്രൗണ്ട്. ഒരു വെർട്ടിക്കൽ സ്റ്റിക്ക് അതിൻ്റെ ലെങ്ത് 12 മീറ്റർ, അതിൻ്റെ ഷാഡോയുടെ ലെങ്ത് 8 മീറ്റർ. അറ്റ് ദ സെയിം ടൈം, അതിൻ്റെ സെയിം ടൈം, അതായത് ഇവിടെ ഒരു ആംഗിൾ ഓഫ് എലിവേഷൻ ഉണ്ട് തീറ്റ. ഇതേ സമയത്ത് എ ടവർ കാസ്റ്റ് ഷാഡോ ഓഫ് 40 മീറ്റർ. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഷാഡോയുടെ ലെങ്ത് ആണ്. ഷാഡോയുടെ ലെങ്ത് എത്രയാ, 40 മീറ്റർ. ഇതേ സമയം എന്ന് പറയുമ്പോൾ ആ സണ്ണിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ എത്ര തന്നെ വരും ഇവിടെ, ഈ സെയിം തീറ്റ തന്നെ വരത്തില്ലയോ. ഓക്കെ, എങ്കിൽ ദ ഹൈറ്റ് ഓഫ് ദ ടവർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ ടവറിൻ്റെ ഹൈറ്റ്? ഇത് 40 മീറ്റർ ഷാഡോ ലെങ്ത് വരുന്ന ടവറിൻ്റെ ഹൈറ്റ്, അതായത് ഈ എ ബിയുടെ ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതിന് എന്ത് ചെയ്യാം, ഈ തീറ്റ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, തന്നിട്ടില്ലേ എന്ത്, ഓപ്പോസിറ്റ് സൈഡും ഉണ്ട് അഡ്ജസൻറ്റ് സൈഡും ഉണ്ട്. സോ ടാൻ തീറ്റ
tan theta is equal to 12/8 അല്ലേ? ഇനി ഇവിടുത്തെ tan theta എന്ത് വരും? ഇവിടുത്തെ tan theta എന്ന് പറയുന്നത് ഈ ടവറിൻ്റെ ഹൈറ്റ് h ഡിവൈഡ് ബൈ 40. ഇത് രണ്ട് ഈക്വൽ അല്ലേ? സോ നമുക്ക് ഇക്വേറ്റ് ചെയ്തൂടെ? സോ നമുക്ക് എന്തെടുക്കാം? 12/8 is equal to h by 40. രണ്ടിടവും തീറ്റ ഈക്വൽ അല്ലേ? സോ ടാൻ തീറ്റയുടെ വാല്യൂ രണ്ടിടവും സെയിം ആയിട്ട് വരണ്ടേ? സോ എച്ചിൻ്റെ വാല്യൂ എന്ത് കിട്ടും അപ്പോൾ? h ഈക്വൽ ടു 12 into 40 ഡിവൈഡഡ് ബൈ 8. ഇപ്പം എന്ത് വരും? സോ 60 മീറ്റർ. സോ ടവറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 60 മീറ്റർ. ഓപ്ഷൻ ഡി 60 മീറ്റർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടോപ്സ് ഓഫ് ടു പോൾസ് ഓഫ് ഹൈറ്റ് 24 മീറ്റർ ആൻഡ് 36 മീറ്റർ ആർ കണക്റ്റഡ് ബൈ എ വയർ. 24 മീറ്റർ 36 മീറ്റർ രണ്ട് പോളുകൾ. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ലെവൽ, ഗ്രൗണ്ട് ലെവൽ. The tops of two poles of height 24 meter and 36 meter are connected by a wire. So, ഇത് 24 meter and this is 36 meter. ഇതിൻ്റെ ടോപ്പുകൾ തമ്മിൽ നമ്മളൊരു വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. If the wire makes an angle 60 degree with the horizontal. So, വയറിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഇതല്ലേ? ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി എങ്കിൽ ദ ലെങ്ത് ഓഫ് വയർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈറ്റ്, ഈ ലെങ്ത്, ഈ എ ബി എന്ന് പറയുന്ന ലെങ്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ട്രയാങ്കിൾ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? ടാൻ 60 എടുക്കാമല്ലോ, ടാൻ 60 എടുക്കാമല്ലോ. ഇനി നമുക്ക് ഈ ലെങ്ത് അറിയാമല്ലോ. അതായത് ഇവിടെ നിന്ന് ഈ ബി സി വരെയുള്ള ലെങ്ത് ഡി ഇ, ഈ ഡി സി വരെയുള്ള ലെങ്ത് എത്രയാ? എക്ക് ഈക്വലായ 24. അപ്പോൾ ബാക്കി ഇവിടെ എത്രയുണ്ട്? 12 ഉണ്ടല്ലേ? 12 ഉണ്ട്. അപ്പോൾ ഈ ആംഗിൾ 60 ആണെങ്കിൽ ഈ ആംഗിൾ ബി എന്താ? 30 ഡിഗ്രി അല്ലേ? സോ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളിൻ്റെ √3 ടൈംസ് അല്ലേ ബി സി എന്ന് പറയുന്നത്. സോ 30ക്ക് ആംഗിൾ നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ ബി സി എന്ന് പറയുന്നത് എന്താ? എക്സ് ഇൻറ്റു √3 is equal to 12. സോ ലെങ്ത് എക്സ് is equal to 12 by √3 is equal to, നമ്മൾ √3 കൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്യും. സോ 4√3 എന്ന് കിട്ടും അല്ലേ? നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇതിൻ്റെ ലെങ്ത്, അതായത് 30ക്ക് ഓപ്പോസിറ്റ് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി ആയിരിക്കുമല്ലോ. അതായത് റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2. 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് √3 ആൻഡ് 90ക്ക് ഓപ്പോസിറ്റ് 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ ഡബിൾ. അതായത് 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് നമുക്കിപ്പോൾ എത്ര കിട്ടി? 4√3 എന്ന് കിട്ടി. സോ എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 8√3 മീറ്റർ അല്ലേ? സോ ആൻസർ ഓപ്ഷൻ ബി 8√3. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഷാഡോ ഓഫ് എ ടവർ സ്റ്റാൻഡിങ് ഓൺ എ ലെവൽ പ്ലെയിൻ ഈസ് ഫൗണ്ട് ടു ബി 50 മീറ്റർ. ദ ഷാഡോ ഓഫ് എ ടവർ, ഇതാണ് ഒരു ടവർ, അതിൻ്റെ ഷാഡോയുടെ ലെങ്ത് 50 മീറ്റർ. എന്താ ഇവിടുത്തെ 50 മീറ്റർ എന്ന് പറയുന്നത് എന്താ? അതായത് സണ്ണിൻ്റെ എലിവേഷൻ 30 ഡിഗ്രിയിൽ നിന്ന് മാറി എന്തായി? 60 ഡിഗ്രി ആയി. സണ്ണിൻ്റെ എലിവേഷൻ 30 ഡിഗ്രിയിൽ നിന്ന് മാറി 60 ഡിഗ്രി ആയപ്പോൾ ഷാഡോയുടെ ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. ദ ഷാഡോ ഓഫ് എ ടവർ സ്റ്റാൻഡിങ് ഓൺ എ ലെവൽ പ്ലെയിൻ ഈസ് ഫൗണ്ട് ടു ബി 50 മീറ്റർ ലോങ് വെൻ സൺസ് എലിവേഷൻ ഇസ് 30 ഡിഗ്രി ദെൻ വെൻ ഇറ്റ് ഈസ് 60 ഡിഗ്രി. അതായത് ഈ ടവറിൻ്റെ ഷാഡോയുടെ ലെങ്ത് എന്ന് പറയുന്നത് സണ്ണിൻ്റെ എലിവേഷൻ 30 ഡിഗ്രി ആയിരുന്നപ്പോഴും അത് മാറി 60 ഡിഗ്രി ആയപ്പോഴും തമ്മിലുള്ള വ്യത്യാസം എത്ര ലെങ്ത്? 50 മീറ്റർ. അതായത് സണ്ണിൻ്റെ എലിവേഷൻ 60 ഡിഗ്രിയിൽ നിന്നും 30 ഡിഗ്രി ആയപ്പോൾ ഷാഡോയുടെ ലെങ്തിൽ 50 മീറ്റർ കൂടി. അതായത് 30 ഡിഗ്രിയിലുള്ളതിനേക്കാൾ 50 മീറ്റർ കുറവാണ് 60 ഡിഗ്രിയിൽ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഹൈറ്റ് ഓഫ് ദ ടവർ ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. 30 ഡിഗ്രി എലിവേഷൻ ആകുമ്പോഴും 60 ഡിഗ്രി എലിവേഷൻ ആകുമ്പോഴും ഹൈറ്റ് ഓഫ് ദ ടവർ എത്ര തന്നെയാണ്? എച്ച് അല്ലേ? ഇവിടെ എന്ത് മാറുന്നില്ല? ഹൈറ്റ് മാറുന്നില്ല. ഇവിടെ രണ്ട് ട്രയാങ്കിൾ അല്ലേ നമുക്ക്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഒരെണ്ണം 30 ഡിഗ്രിയും
ഒരെണ്ണം 60 അടിക്കും. ഈ രണ്ടിലും ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഹൈറ്റ് തന്നെയല്ലേ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഹൈറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ എങ്ങനെ എഴുതാം? ഫസ്റ്റ് കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? tan 30 is equal to h divided by ഈ ബി സി പ്ലസ് സി ഡി അല്ലേ ഇവിടെ വരുന്ന ലെങ്ത്. ഇവിടെ സി ഡി എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് കുറച്ചെടുത്ത് മാത്രം വരുന്ന ലെങ്ത്. ഇവിടുത്തെ ഹൈറ്റ് നമുക്കറിയില്ല, നമ്മൾ എന്തെടുത്തു? ഒരു എക്സ് എന്ന് എടുക്കുന്നു. സോ അല്ലേ? സോ tan തീറ്റ is equal to h by 50 പ്ലസ് എക്സ്. ഇനി tan 60 സെക്കൻഡ് ട്രയാങ്കിളിൽ tan 60 നമുക്ക് എന്തെടുക്കാം? h ഡിവൈഡഡ് ബൈ എക്സ്, എച്ച് ബൈ എക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിടവും എച്ചിൻ്റെ ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യാം. ഹൈറ്റ് ഇസ് ഈക്വൽ ടു tan 30യുടെ വാല്യൂ എത്രയാണ്? tan 30 is equal to 1/√3. 1/√3 into 50 plus x is equal to tan 60യുടെ വാല്യൂ √3. √3 into x. ഹൈറ്റ് എന്ന് പറയുന്നത് √3 ടൈംസ് ഓഫ് എക്സ് ആണ് ഹൈറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്ത് ഇക്വേറ്റ് ചെയ്യാം? ഈ √3 അപ്പുറം കൊണ്ട് ഗുണിക്കൂടെ നമുക്ക്? സോ 50 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 3x. സോ നമുക്കപ്പോൾ എന്ത് കിട്ടും? 2x is equal to 50 ആൻഡ് x is equal to 25. എക്സിൻ്റെ വാല്യൂ 25 കിട്ടിയാൽ ഹൈറ്റ് എന്ന് പറയുന്നത് √3 ടൈംസ് ഓഫ് എക്സ്. സോ h is equal to 25√3. സോ ദ ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറയുന്നത് എന്താ? ഓപ്ഷൻ ഡി 25√3. ഓക്കെ അല്ലേ?